CPM-ലെ ഒരു പ്രധാനപ്പെട്ട വനിതാ നേതാവാണ് കെ ശൈലജ. 2016 മികച്ച പ്രകടനം കാഴ്ചവെച്ച് പിണറായിയേക്കാളും ഉയർന്ന നിലയിലേക്ക് വന്നപ്പോൾ അങ്ങനെ വെട്ടിനിരത്തുകയാണ് ചെയ്തത്. മട്ടന്നൂർ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് 2021 കേരളത്തിലെ ഏറ്റവും വലിയ മുഖ്യമന്ത്രിക്ക് പോലും, പിണറായി വിജയന് പോലും ഇത്രയും ഭൂരിപക്ഷമില്ലായിരുന്നു. 60,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മട്ടന്നൂരിൽ നിന്ന് വിജയിച്ചു. ഇനിയിപ്പോൾ 2026 വേണമെങ്കിൽ പോയി പേരാവൂര് മത്സരിച്ചോളാൻ പറഞ്ഞിരിക്കുക. അവിടെ സണ്ണി ജോസഫിനെ തോറ്റു വേണമെങ്കിൽ വന്നോളുക, വിയർത്ത് വിജയിച്ചു വരൂ എന്നുള്ള രീതിയിലേക്ക് മാറി. ഇത് ശൈലജയെ ഒതുക്കുകയല്ലേ? തീർച്ചയായിട്ടും. അവരെ ഇപ്പോൾ മാത്രമല്ല, നേരത്തെയും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും കേരള സംസ്ഥാന CPIM-ഉം ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത പ്രസ്താവനകൾ കൊടുക്കരുത്, പ്രസ് മീറ്റുകൾ ചെയ്യരുത്. സംഭവം മുഖ്യമന്ത്രി പോകുന്നതിൽ നിന്നും കൂടുതൽ ആൾക്കാരാണ് അവരുടെ യോഗങ്ങളിലേക്ക് വരുന്നത്. അത് നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, നല്ലൊരു ആരോഗ്യമന്ത്രിയായിരുന്നു. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി പോലെ അല്ല. അവർ ജനകീയ നേതാവായിരുന്നു കെ ശൈലജ ടീച്ചർ. അവരുടെ ആ കോവിഡ് സമയത്തുള്ള പെരുമാറ്റവും ജനങ്ങളോടുള്ള ഇടപഴകലും, ഇവർക്ക് വേണ്ടി ലണ്ടനിൽ പോലും കേരള സർക്കാരിനെ കുറിച്ച് ബോർഡുകൾ വച്ചിട്ടുണ്ട്. കേരളത്തിൽ നടക്കുന്ന പരിപാടിക്ക് ഏറ്റവും കൂടുതൽ കാനഡയിലും ലണ്ടനിലുമൊക്കെയാണ് ഫ്ലക്സ് ബോർഡുകൾ ഉയരുന്നത്. അപ്പോൾ അത്രയ്ക്ക് ലോകാരോഗ്യ സംഘടന പോലും കേരളത്തിൻ്റെ കോവിഡിനെ നിയന്ത്രിക്കുവാൻ അംഗീകാരം കൊടുത്ത ഒരു ആരോഗ്യമന്ത്രി, സ്ത്രീ സുരക്ഷിത മന്ത്രി എന്നുള്ള നിലയിൽ പേര് കിട്ടിയപ്പോൾ CM-ന് അത് ദഹിച്ചില്ല. അദ്ദേഹത്തിനാണ് ഒരു കാരണഭൂതൻ എന്നൊരു പാട്ടൊക്കെ ഇറക്കിയല്ലോ. അപ്പോൾ അദ്ദേഹമാണ് എല്ലാം എന്ന് പറഞ്ഞ് എന്നെക്കാളും വലുത് ഇവിടെ ആരും വരണ്ട എന്നുള്ളൊരു ചിന്തയിൽ അവരെ ഒതുക്കി സീറ്റ് കൊടുത്തപ്പോൾ 60,000 പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം അവർക്ക് അവിടെ പേരാവൂർ കിട്ടി. ശരിക്കും പറഞ്ഞാൽ അവരാ മുഖ്യമന്ത്രിയാകേണ്ടത്. ജനകീയത ഒരു കമ്മ്യൂണിസ്റ്റ് സഖാക്കളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ശൈലജ. അവരെ മേഡത്തിനെയാണ് മുഖ്യമന്ത്രിയാക്കേണ്ടിയിരുന്നത്. പക്ഷേ അത് നടന്നില്ല. നമുക്ക് കാലാകാലങ്ങളിൽ എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് വർഗവഞ്ചക പരീക്ഷകളെന്ന് ബാക്കിയുള്ളവരെ പറയുകയാണ്. അവരാണ് ശരിക്കും ഉൾപാർട്ടി ജനാധിപത്യവും വർഗവഞ്ചക പരീക്ഷകൾ. ഒന്ന് കേരം തെങ്ങും കേരള നാട്ടിൽ KR ഗൗരി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് തിരഞ്ഞെടുപ്പിന് നേരിട്ടു. അതെ. അവസാനം ആരാ? മാടമ്പിയായിട്ടുള്ള EK നായനാർ വളരെ ജാതിയില്ല മതമില്ല എന്ന് പറഞ്ഞിട്ട് സവർണർ മുഖ്യമന്ത്രിയാക്കി. അപ്പോൾ ജാതി അങ്ങനെ പറഞ്ഞുകൂടാ. എന്നിരുന്നാലും ആ പിന്നോക്ക ദളിത് മേഖലയിലുള്ള ഗൗരിയമ്മയെ കേരം തെങ്ങും കേരള നാട്ടിൽ മുഖ്യമന്ത്രിയാക്കിയില്ല. റവന്യൂ ബാക്കിയുള്ള വകുപ്പുകളെ കൊടുത്തു. പക്ഷേ എന്നിരുന്നാലും അതിൽ നല്ല രീതിയിൽ ആ വകുപ്പ് ശോഭിച്ചു. പുതിയ ഭൂപരിഷ്കരണ നിയമങ്ങൾ മാഡം കൊണ്ടുവന്നു. അതേപോലെ MP രാഘവൻ, അദ്ദേഹവും മുഖ്യമന്ത്രി ആകാൻ യോഗ്യനെന്ന് പറഞ്ഞ് ഒരു പ്രചരണം DYFയ്ക്ക് ബീജപാപം കൊടുത്തുകൊണ്ട് DYFക്കാർ ഇറക്കി. അദ്ദേഹത്തിനും കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന് മറ്റേ ദ്വയാംഗത്വത്തിൻ്റെ പേരിൽ മുസ്ലിം ലീഗിനെ എടുക്കണമെന്ന് പറഞ്ഞ് ഇനി ഇദ്ദേഹത്തിനെ വച്ചുകൊണ്ടിരുന്നാൽ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന പിണറായിക്ക് ഭാവിയിൽ മുഖ്യമന്ത്രി ആകാൻ ഒക്കില്ലെന്ന് പുറത്താക്കി VS-നെ കൂട്ടുപിടിച്ച്. അതിന് പങ്ക് VS-നും ഉണ്ട്. അതുകൊണ്ടാണ് VS കുറേ കാലം പരമ്പിക്കിടന്നത്. അത് കഴിഞ്ഞിട്ട് വേറെ വന്നു സുശീല ഗോപാലൻ. AK ഗോപാലിൻ്റെ ഭാര്യയെ കേരള മുഖ്യമന്ത്രിയാക്കി നാമനിർദ്ദേശം ചെയ്ത് തിരഞ്ഞെടുപ്പിനെ നേരിട്ടതാണ്. അവിടെയും ഇവിടെ ഏറ്റവും കൂടുതൽ ജാതി കാർഡ് കളിച്ചിട്ടുള്ളത് CPIM ആണ്, CPI പോലുമല്ല. അതെ. അന്ന് നമുക്കറിയാം CPI കോൺഗ്രസിൻ്റെ കൂടെ, നമ്മുടെ അച്യുതമേനോൻ സർക്കാരിൻ്റെ കൂടെ കരുണാകരൻ സാർ ആഭ്യന്തരമന്ത്രിയായിരുന്നു. എന്താ CPM-ൻ്റെ മുദ്രാവാക്യങ്ങളെന്ന് നമ്മൾ വിദ്യാർത്ഥിയൊക്കെ ആയിരിക്കുമ്പം? എമ്മനും തൊമ്മനും കമ്മ്യൂണിസ്റ്റ് അല്ല, ചേല ടച്ച് പണ്ടേ അല്ല, വക്കിട ചെറ്റേ ചെങ്കോടി താഴെ, പിടിക്കിട മൂവർണ്ണക്കൊഴി. ഇതാണ് കമ്മ്യൂണിസ്റ്റിൻ്റെ CPM-ൻ്റെ മുദ്രാവാക്യം. MN ഗോവിന്ദൻ നായരും ചേലാട്ട് അച്യുതമേനോൻ സഖാവും കമ്മ്യൂണിസ്റ്റുകാരല്ല. ഗൗരിയമ്മയുടെ ഭർത്താവ് തോമസ് സാറും കമ്മ്യൂണിസ്റ്റുകാരനല്ല. നീയൊക്കെ ചെങ്കോടി താഴെ വെച്ചിട്ട് കോൺഗ്രസ്സുകാരുടെ ത്രിവർണ്ണ പതാക പിടിയിടാന്നാണ് മുദ്രാവാക്യം. തിരിച്ച് CPIയും കോൺഗ്രസ്സുകാരും വിളിക്കും. EMS-നെ EM പൂശി EL പോലെ പറപ്പിക്കും. EMS-ൻ്റെ ജാതി ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ച് അന്ന് AISF ഒക്കെ കത്തി നിൽക്കുന്ന സമയമാണ്. ഈ മുല്ലക്കര രത്നാകരൻ സഖാവൊക്കെ അവരുടെ മുദ്രാവാക്യങ്ങൾ. അപ്പോൾ ഇന്നും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ ജാതി സമവാക്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ജനകീയത
വിഷയങ്ങളിൽ 4 പേര് പ്രശംസിക്കുകയോ എന്തെങ്കിലും പുതിയ മറ്റ് സംസ്ഥാനങ്ങളുടെയോ ലോകരാഷ്ട്രങ്ങളുടെയോ അംഗീകാരം കിട്ടുകയാണ് എങ്കിൽ അത് പിണറായി വിജയൻ സഖാവിന് ചെറിയൊരു മ്ലാനത വരും. നമുക്കറിഞ്ഞൂടെ, മൈക്ക് തന്നെ ശകലം പുണങ്ങിയാൽ ആശാന് കോപം വരും. ആരെങ്കിലും ഒരു പെൺകുട്ടി ചെന്ന് ഒന്ന് സെൽഫി എടുക്കുകയാണെങ്കിൽ തട്ടി അങ്ങ് മാറ്റും. നമ്മൾ ഇടയ്ക്ക് നമ്മളെ ബോർഡറിലൊരു വലിയ പാലം ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ഞാനും ഒരു കാര്യത്തിന് ആ സൈഡിൽ പോയപ്പോൾ ആ വെള്ളറട പാലത്തിൻ്റെ അമ്പൂരി പാലം ഉദ്ഘാടനത്തിന് നമ്മൾ ഒരു എത്രയോ നാളത്തെ, അതൊക്കെ നല്ല കാര്യമാണ്, പല UDF ഗവൺമെൻറ് ഇരിക്കുന്നതും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവിടുത്തെ ഹരീന്ദ്രൻ MLA എല്ലാവരും കൂടി ചെയ്തതാണ്. കാണാൻ പോയപ്പോൾ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഒരു കുട്ടി ഒരു ഫോട്ടോ എടുക്കും, സെൽഫി എടുത്തോട്ടെന്ന് പറഞ്ഞ് അടുത്ത് ചെന്നു, സമ്മതിച്ചില്ല പുള്ളിക്കാരൻ. അപ്പോൾ അത്തരത്തിൽ ഒരാൾ വളരുന്നതും എന്നിൽ അപ്പുറം ആധിപത്യത്തിലേക്ക് വരുന്നതും സഖാവ് CM-നൊരു അതൃപ്തിയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴ് ശൈലജയ്ക്ക് മാറ്റിക്കൊടുക്കുന്ന മണ്ഡലത്തിലും അവർ ചിലപ്പോൾ മിക്കവാറും വൻ ഭൂരിപക്ഷത്തിലേക്ക് വരും. ഇവിടെ ഒരു കാര്യം ഓർക്കണം, ഈ മലയോര കർഷകരാണ്, കുടിയേറ്റക്കാർ, ക്രൈസ്തവരാണ് കൂടുതൽ. അപ്പം പ്രത്യേകിച്ച് ഒരു കോൺഗ്രസ് കോട്ടയാണ്. അപ്പോൾ കൂടുതലും സണ്ണി ജോസഫിനൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഇടമാണ്. പ്രത്യേകിച്ച് കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരം ശക്തമായി നിൽക്കുന്നത് കൊണ്ട് ശൈലജയ്ക്ക് വൻ പരാജയത്തിലേക്ക് തന്നെ ചിലപ്പോൾ പോകേണ്ടി വരും. അല്ല, പേരാവൂരും ഇതാണ് പറഞ്ഞിരുന്നത്. പേരാവൂരും കംപ്ലീറ്റ് മുസ്ലിം സഹോദരങ്ങൾ കൂടുതലാണ്, പാർട്ടിക്ക് വേരട്ടം കുറവ്, കോൺഗ്രസിൻ്റെ കുത്തകയാണ് പേരാവൂർ. പക്ഷേ എന്തോ ഭാഗ്യമെന്നുള്ള നിലയിൽ അതാണ് ഇവർ ചില പൂജകളൊക്കെ ചെയ്ത് ഈശ്വര വിശ്വാസത്തിലേക്ക് ഇപ്പം ശൈലജ ടീച്ചർ വലിയ കമ്മ്യൂണിസ്റ്റുകാരിയല്ല, കുറച്ചൊക്കെ അവർക്ക് ദൈവമെന്ന് പറഞ്ഞാൽ മനുഷ്യനെ മയക്കുന്ന കറുപ്പൊക്കെ അവർക്ക് മാറി തുടങ്ങി. ആ രീതിയിലേക്ക് അവർ വരുന്നു. അപ്പോൾ ഈ സണ്ണി ജോസഫിനെ തോക്കാൻ എളുപ്പമല്ല എങ്കിലും അവർ നല്ല രീതിയിലുള്ള വോട്ട് അവർ ഈ ഒരു പ്രവർത്തനത്തിൽ അവർ സ്കോർ ചെയ്യും. ഇന്നും കേരള രാഷ്ട്രീയത്തിൽ ശൈലജ ടീച്ചറിന് ഒരു സിഗ്നേച്ചറുണ്ട്. അല്ല, ഈ 60,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മട്ടന്നൂരിൽ നേടിയത്. അതെ, അതിന്റെ ആ ഒരു തിളക്കം കെടുത്തുന്നതിനും രാഷ്ട്രീയത്തിൽ നിന്ന് ഒതുക്കി നിർത്തുന്നതിനും വേണ്ടിയാണ് ഇപ്പൊ സുധാകരനെ ഒതുക്കി നിർത്തിയിരിക്കുന്നത്, തോമസ് ഐസക്കിനെ ഒതുക്കി നിർത്തിയിരിക്കുന്നു. ഇതുപോലെ വളരെ മുന്നിൽ നിൽക്കുന്ന ഈ ശൈലജയെയും ഒരു ജനപ്രിയയാണ്. അപ്പോൾ ഒതുക്കി തീർക്കുക എന്നുള്ളത് തന്നെയാണ് പിണറായി ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ എം വി ഗോവിന്ദൻ മത്സരിക്കുന്നില്ല. എം വി ഗോവിന്ദന്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്, ശ്യാമളയ്ക്ക്, തളിപ്പറമ്പിൽ. ഭാര്യ മത്സരിക്കുന്നില്ലെങ്കിൽ ഭർത്താവ് മത്സരിക്കുന്നില്ലെങ്കിൽ ഭാര്യയ്ക്ക്, വിജയരാഘവൻ മത്സരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഭാര്യ മന്ത്രി ബിന്ദു മത്സരിക്കുന്നില്ലെങ്കിൽ വിജയരാഘവൻ. ഇത്തരത്തിലേക്ക് ഒരു കുടുംബവാഴ്ച പോലെ പോവുകയാണ് CPM. അതെ, ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ണൂർ എടുത്ത് നോക്കിയാൽ നമുക്കറിയാമല്ലോ. ഈ പി ജയരാജൻ ആരുടെ, ശ്രീമതി ടീച്ചർ ആരാ, KK രാഗേഷ് എന്ന് പറയുന്ന ആരാണ്, അതുപോലെ ഇത്തരത്തിൽ ഗോവിന്ദൻ മാഷ്ടാർ, അതുപോലെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാഷ്ടാർ, ഇവരെല്ലാം കുഞ്ഞമ്മ വലിയമ്മ മക്കൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യമാരെ കുടുംബങ്ങളിൽ നിന്ന് ഭാര്യമാരായിട്ടുള്ളവർ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കുടുംബ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറിയിരിക്കുന്നു. അതിൻ്റെ ഡയറക്ടറും അതിൻ്റെ CEO-മാരെല്ലാം പിണറായി സാറും ഗോവിന്ദൻ മാസ്റ്ററും ഇവരെ പോലുള്ളവരായിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിൽ ഇതൊരു പ്രാദേശിക കുടുംബ പാർട്ടിയായി മാറിക്കഴിഞ്ഞു എന്ന് ജനങ്ങൾക്കറിയാം. അതുപോലെ ഒരു ഹിന്ദു വിരുദ്ധ പാർട്ടിയാണ് എന്നുള്ളതും അറിയാം. ഇതിൻ്റെ ഗുണങ്ങൾ കംപ്ലീറ്റ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എഴുതി. സണ്ണി ജോസഫിൻ്റെ പാർട്ടിക്കോ VD സതീശൻ്റെ പാർട്ടിക്കോ ചെല്ലുമെന്ന് എനിക്ക് കാരണം അവർ കൂടുതൽ വരികയാണെങ്കിൽ നമുക്കറിയാം. കരുണാകരൻ സർക്കാർ ഇരുന്നപ്പോൾ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചത്, ആൻ്റണി സർക്കാർ ഇരുന്നപ്പോൾ ന്യൂനപക്ഷ പ്രീണനം കൂടുതലാണ് എന്ന് ആൻ്റണി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭൂരിപക്ഷം കൂട്ടത്തിൻ്റെ വികാരവും കൂടി ന്യൂനപക്ഷം മനസ്സിലാക്കി ഭരിക്കണമെന്ന് പറഞ്ഞു മുസ്ലിം ലീഗ് പിന്തുണ പിൻവലിച്ചു. അങ്ങനെ ഇവിടെ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രവാദത്തിന് വേണ്ടി ബാക്കിയുള്ളവരുടെ പിന്തുണയിൽ വരുമെന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ഗുണങ്ങളെല്ലാം തമ്മിൽ ഭേദം തൊമ്മൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇടതുകാലിലെ മന്ത് വലതുകാലിലെ മന്ത് ഇടതുകാലിൽ വന്നതുപോലെ UDF-ഉം LDF-ഉം വേണ്ട, മാറാത്തത് മാറണം, BJPക്ക് ഒരു അവസരം കൊടുക്കാം, കേരളം നന്നാവും, നരേന്ദ്രമോദി എന്തെങ്കിലുമൊക്കെ കേരളത്തിൽ ചെയ്യും എന്നുള്ള ഒരു തോന്നൽ കേരള ജനതയ്ക്ക് എത്തിയതുകൊണ്ടാണ് ആറ്റുകാൽ പോലുള്ള ഉത്സവങ്ങളിൽ ആൾ കൂടിയതും തിരുനാവ പോലുള്ള ആ മാമാങ്കങ്ങൾക്ക് ആൾ കൂടുന്നതും മാതാ അമൃതാനന്ദമയെ പോലുള്ള മഠങ്ങളിൽ ഇന്ന് ആൾ പോകുന്നതും കേരളത്തിൽ ഒരു ഹിന്ദു നവോത്ഥാന മുന്നേറ്റം
നടന്നുകൊണ്ടിരിക്കുന്നതും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി മാറും. ജനകീയമായിട്ടുള്ള ശൈലജ ടീച്ചറെ പോലുള്ളവരെ ഒതുക്കി, സുധാകരനെ പോലുള്ളവരെ ഒതുക്കി നിർത്തി വീണ്ടും മൂന്നാമതും ഈ ലിമിറ്റഡ് കമ്പനിക്ക് ഭരിക്കാമെന്നൊരു മോഹമാണ്. അത് നടക്കുകയില്ല. ഒരു തൂക്ക് സഭ തന്നെ കേരളത്തിൽ വരും.